മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനനോട് പറയണ്, ഒറ്റ കൈ പോലെയാണ് അത് പറഞ്ഞത്. അത് അലീനയ്ക്ക് വല്ലാത്ത വിഷമവും സങ്കടമൊക്കെ ആവുന്നുണ്ട്. പുറമേ നിന്ന് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ നല്ലതായിരിക്കും, പക്ഷേ അകമേ കിട്ടുന്ന സമ്മാനം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ അലീന നമ്മുടെ വൈജയന്തിയോട് പറയുന്നു, പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി, ഇനി രണ്ട് വാക്ക് ഞാൻ അങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ അകമേ സമ്മാനം കിട്ടി കൈ പൊള്ളിയവർ മാത്രം പേടിച്ചാൽ മതി, അല്ലാത്തവർ പേടിക്കേണ്ട കാര്യമില്ല. ഞാനും എൻ്റെ അനിയത്തിയും അത്തരക്കാരല്ല. പുറമേ നിന്നും അകമേ നിന്നും ഞങ്ങൾക്കൊരു സമ്മാനവും കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ കൈയൊട്ട് പൊള്ളുകയില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് അലീന അകത്തേക്ക് പോകും. ആ ഗിഫ്റ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോണത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ച്, കിട്ടേണ്ടത് കിട്ടിയാലോ എന്ന് ചോദിക്കും. അങ്ങനെ അകത്തേക്ക് പോകും ബാലേന്ദ്രനും. അങ്ങനെ ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് നമ്മുടെ വൈജയന്തി. അതിനുശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തിനാ നിന്നെ വൈജ വിളിച്ചിട്ടുണ്ടോയേ? ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, ഈ സമ്മാനങ്ങളുടെ ഒക്കെ കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ വല്ലവരിൽ നിന്ന് കറങ്ങി നടന്നിട്ട് കിട്ടിയതെന്നാണ് പറയുന്നത്. ഇവളെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടമായല്ലോ എന്ന് പറയും. എനിക്കിതൊക്കെ മാമച്ചായനും ഗ്രേസ് ആൻറ്റിയും വാങ്ങി തന്നാണെന്ന് പറയും. അതിന് മുന്നേ തന്നെ നമ്മുടെ ഗ്രേസ് ആൻറ്റിനെ കുറിച്ച് അലീന രണ്ട് വാക്ക് വൈജയന്തിയോട് പറയുന്നുണ്ട്. നിങ്ങൾ 10 ജന്മം എടുത്താൽ പോലും ഗ്രേസ് ആൻറ്റിനെ പോലെ നിങ്ങൾക്ക് ആവാൻ കഴിയില്ല. അവിടെ ചെന്ന് കണ്ടാലേ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ജോലിക്കാരെ കാണണേന്ന്. സ്വന്തം മകളെപ്പോലെ ഇനി രേവതിക്കുട്ടിനെ കാണുന്നത്. സ്വർണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കൈവെള്ളയിലാണ് കൊണ്ടുനടക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ അടി കിട്ടിയ പോലെ ആയി നിൽക്കുന്നുണ്ട് വൈജയന്തി. അതിനുശേഷം പിന്നെ കിച്ചണിലേക്ക് പോകും. മുത്തശ്ശിക്ക് കാലുവേദനയൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്നും കൂടെ കുഴമ്പൊക്കെ തേച്ച് ചൂടുവെള്ളമൊക്കെ പിടിച്ച് തരാമെന്നൊക്കെ പറയും. അതിനുശേഷം വീണ്ടും വൈജയന്തിയുടെ അടുത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ വരുന്നുണ്ട്. നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായോ വൈജയന്തി? നീ അവളെ മുന്നിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും തോൽക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ, തോൽക്കാൻ കാരണക്കാരൻ നിങ്ങളല്ലേ എന്ന് ചോദിക്കും. ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിക്കും. ഞാനിരിക്കേണ്ട സീറ്റിലാണ് നിങ്ങളിപ്പോൾ അവളെ പിടിച്ചിരുത്തിയിരിക്കണത്. നിനക്ക് നാണല്ലേ അങ്ങനെ പറയാൻ? നമുക്ക് 3 മക്കളുണ്ട്, അതിൽ 2 പെൺമക്കളാണ്. അമ്മയാണ് പെൺമക്കളുടെ റോൾ മോഡൽ, മനസ്സിലായോ എന്ന് ചോദിക്കും. അമ്മയുടെ സ്വഭാവം കിട്ടിയാൽ നല്ല രസമുണ്ടാവും എന്നൊക്കെ പറയും. പറയും, മോനുണ്ടല്ലോ അതിന് അച്ഛൻ്റെ സ്വഭാവമായിരിക്കും, ഇപ്പം തന്നെ അവൻ ഒരുത്തിനെ കൊണ്ടുവന്ന്, ഇനി എത്ര എണ്ണത്തിന് അവൻ ഈ വീട്ടിൽ കൊണ്ടുവരുമെന്ന് ചോദിക്കും. അതന്ന് അവൻ ചെയ്തത് നല്ല പ്രവൃത്തിയാണല്ലോ നീ പറഞ്ഞത്, ഇത്ര പെട്ടെന്ന് നീ പ്ലേറ്റ് മാറ്റിയോ എന്നൊക്കെ ചോദിക്കും. ആ പ്ലേറ്റ് മാറ്റി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോൾ പറയും, ഞാനേ അവളവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോകുന്നു, എൻ്റെ അമ്മനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവളവിടെ കൊണ്ടുവന്നത്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എൻ്റെ അമ്മനെ നോക്കാൻ എനിക്കറിയാം. അവളിനി ഇവിടെ വേണ്ട. വേണ്ട, നീ അവളെ പിരിച്ചു വിട്ടോ. ഈ വീട്ടിലേക്കാളും എത്രയും നല്ല സ്നേഹവും സുരക്ഷിതത്വവും അവൾക്ക് വേറെ എവിടെ പോയാലും കിട്ടും. അതാണ് അവളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ വീണ്ടും പോവും. അപ്പോൾ വീണ്ടും ദേഷ്യം വരണ വൈജയന്തിക്ക് അലീനനോട്. അങ്ങനെ അടുക്കളയിൽ ചെന്ന് വൈജയന്തി അലീനയുടെ അടുത്ത് ചെന്ന് നിൽക്കണം. കഴിഞ്ഞു വന്നിട്ട് ജോലി ഒരു ദിവസത്തെ എങ്കിലും കഴിഞ്ഞാനായിരുന്നു, ഇപ്പം 3 ദിവസത്തെ ജോലിയില്ലേ, അതുകൊണ്ട് കഴിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയും. ഞാൻ ഇന്ന് അമ്മനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞിരുന്നല്ലോ എന്ന് പറയും. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കൊല്ലപ്പള്ളി ചെന്നപ്പോഴും അമ്മ റൂമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇനി ചെറിയൊരു വേദനയുള്ളൂ, അത് ഫിസിയോതെറാപ്പി ചെയ്താൽ 5-6 ദിവസം ഫിസിയോതെറാപ്പി ചെയ്താൽ മാറും. കുഴമ്പ് പിടിച്ച് ചൂടുവെള്ളം കൊണ്ട് കുഴമ്പ് തേച്ച് ചൂടുവെള്ളം പിടിച്ചാലും മാറും എന്ന് അലീന പറയും. ഞാൻ ഇതൊക്കെ നിന്നോട് പറയുന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. എന്നാൽ നാളെ മുതൽ നിന്നെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകണം, എൻ്റെ കണക്കൊക്കെ തീർത്തിട്ട്. അതെയോ എന്ന് ചോദിക്കും. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. പറയും, ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഞാൻ മാഡത്തിൻ്റെ അമ്മനെ സ്വന്തം അമ്മനെ പോലെ തന്നെയല്ലേ നോക്കിയത്, നെഞ്ചത്ത് കൈവച്ച് പറയുമെന്ന് ചോദിക്കും. അമ്മനെ നല്ലോണം തന്നെ നീ നോക്കിയത്. ഈ വീട്ടിലെ എല്ലാ പണികളും ഞാൻ നല്ല ഭംഗിയിൽ തന്നെയല്ലേ എടുത്തത്, നിങ്ങളെല്ലാവർക്കും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ, സത്യം മാത്രം പറയണമെന്ന് പറഞ്ഞപ്പോൾ അതും എനിക്ക് സമ്മതമാണ്, നീ അങ്ങനെ തന്നെ ചെയ്തതെന്ന് പറയും. പിന്നെ ഇവിടുത്തെ മാഡത്തിൻ്റെ മക്കളെ ഞാൻ എൻ്റെ കൂടപ്പുറപ്പുകളെ പോലെ എനിക്ക് കണ്ടത്, അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്തു കൊടുത്ത്, ഈ വീടും അതുപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ നോക്കിയെന്ന് പറഞ്ഞപ്പം നീ ചെയ്തതെല്ലാം ശരി, ഞാൻ സമ്മതിച്ചു, പക്ഷേ നിന്നെ ഇവിടെ വേണ്ട. അത് ശരി, എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനിവിടെ വേണ്ട അല്ലേ, അത് നല്ല കാര്യമായിട്ടുണ്ടെന്ന് പറയും. എന്തെന്നെ ആയാലും നീ ഈ വീട്ടിലിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ തലയ്ക്ക് മുകളിലാണ്, അത് ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ പിരിച്ചുവിടാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയും. അപ്പോൾ അലീന പറയും, മാഡം ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ, എന്നിട്ട് മാഡത്തിൻ്റെ സ്വഭാവത്തിന് ഇങ്ങനെയൊക്കെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് വയ്ക്കും. ആഗ്രയിൽ പോയി പഠിച്ചു എന്നൊരു വാക്ക് കേട്ടതോടെ നമ്മുടെ വൈജയന്തി ഒക്കെ തകർന്ന്. എന്നിട്ട് പറയും, നീ എങ്ങനെ അറിഞ്ഞു ഞാൻ ആഗ്രയിൽ പോയി പഠിച്ചത്? പലതും എനിക്കറിയാം മാഡം, മാഡം പേടിക്കൊന്നും വേണ്ട, ഞാൻ ആരോടും പറയില്ല. ആഗ്രയിൽ പോയി പഠിച്ച് വന്നതിന് ശേഷം കുറച്ച് നാൾ നാട്ടിൽ നിന്നില്ലേ,
തിരുവല്ലയിൽ അതിനെക്കുറിച്ച് മാത്രം കുറച്ചും കൂടെ അറിയാനുണ്ട് എന്ന് പറയും. അങ്ങനെ വൈജയന്തി ആകെ തകർന്ന് കുറേ നേരം അലീനനെ തന്നെ ഷോക്കേറ്റ പോലെ നോക്കി നിന്ന് വീണ്ടും അകത്ത് ഹോളിലേക്ക് പോയി ബാൽക്കണിയിലേക്ക് കയറാൻ ഇങ്ങനെ തളർന്ന് പടി കയറാൻ പറ്റാണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കണ്. വീണ്ടും അലീനനെ നോക്കും. അലീന വന്ന് കുറച്ച് നേരം ആ നിപ്പ് നോക്കി നിന്നു വീണ്ടും അകത്തേക്ക് പോകും. അങ്ങനെ വൈജയന്തി ആകെ തളർന്ന് താഴെ ഇരിക്കുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. വീണ്ടും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക അലീന. നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോടി എന്ന് ചോദിക്കും. ആ കഴിഞ്ഞ്, കുഴമ്പിട്ട് തരാട്ടോ എന്ന് പറയും. നല്ല വേദനയുണ്ടെന്ന് പറയും. ആ വൈജി എന്ത് പറയണേന്ന് ചോദിക്കും. അവളുടെ ദേഷ്യം കുറഞ്ഞോ? എവിടെ നിന്ന്? ദേ ഇപ്പം തന്നെയും കൂടെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുണ്ടായി. എന്നെ ജ്യൂസ് അടിച്ചു കൊടുത്താൽ ഒറ്റ വലിക്ക് കുടിക്കും. അതെയോ എന്ന് ചോദിക്കും. ഇപ്പം എന്താ പ്രശ്നമെന്ന് പറയും. നാളെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോണെന്ന്. നാളെ നിന്നെ പറഞ്ഞു വിടുമോ മോളെ എന്ന് ചോദിക്കും. പറഞ്ഞു വിടുന്നെന്ന് പറയുന്നു മുത്തശ്ശി. അങ്ങനെയൊന്നും ഞാൻ പോകുന്നില്ല, എനിക്ക് എൻ്റെ ഓഹരി കിട്ടാണ്ട് പോകില്ലാന്ന്. ഓഹരിയോ? നിനക്ക് ഇവിടെ നിന്ന് എവിടെ ഓഹരി എന്ന് ചോദിക്കും. ഞാൻ വെറുതെ പറഞ്ഞാണ് മുത്തശ്ശി എന്ന് പറഞ്ഞ്. ആ അതല്ല മോളെ, അവൾ പറഞ്ഞതുപോലെ ചെയ്യും. എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. മുത്തശ്ശിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മുത്തശ്ശി എന്നോട് അന്നൊരു കാര്യം പറഞ്ഞില്ലേ? എന്ത് എന്ന് ചോദിക്കും. മാഡവും സാറിൻ്റെയും തമ്മിലുള്ള വിവാഹത്തിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. ഓ അതോ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ അലീനനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.